ഇതെന്താണെന്ന് അറിയാത്തവരുടെ ആരുമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കറക്റ്റായിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം. എത്ര പേര് അവരുടെ തലയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് വേണ്ടിയിട്ട്, പോലീസിന് വേണ്ടിയിട്ടോ ആർക്കും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര പേര് ഇതുപോലുള്ള ഫുൾ ഫേസ് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇതിലൊന്ന് കമന്റ് അടിക്കുക. എനിക്ക് കറക്റ്റായിട്ട് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഈ വീഡിയോ ചിലപ്പോൾ ആരും കാണാനായിട്ട് വഴിയില്ല, ചിലപ്പോൾ ആരും കണ്ടത് വരില്ല, ചിലപ്പോൾ 1-2 പേരാണ് കാണാനായിട്ട് വഴിയുള്ളൂ. പക്ഷെ എനിക്ക് പറയാനുള്ളത് വളരെയധികം സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഹെൽമെറ്റിന്റെ സേഫ്റ്റിയെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. വില കൂടിയ ഹെൽമെറ്റ് മാത്രമാണ് തലയെ സേവ് ചെയ്യുക എന്നുള്ളൊരു തെറ്റായ ധാരണ എല്ലാവർക്കും ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഹെൽമെറ്റ് അത്രയും വിലയുള്ളൊരു ഹെൽമെറ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഹെൽമെറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ ആൽബിൻ വർഗീസ്. അപ്പോൾ എല്ലാവർക്കും ടോർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ കുറെ പേര്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും കുറെ പേരായാലും ഹെൽമെറ്റ് വെക്കാൻ പറയുമ്പോൾ അവർ പറയുന്നത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെക്കാനായിട്ട്, അതുപോലെ തന്നെ മുടി കൊഴിയും, അങ്ങനെ കുറെ കാര്യങ്ങളാണ് അവർ പറയുക. ഇത് യൂസ് ചെയ്യാനായിട്ട് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്, പക്ഷെ അത് വളരെയധികം ചുരുക്കമാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരുവിധം യൂത്ത് വണ്ടി ഓടിക്കുന്നവർ, ഒരു 18 വയസ്സിന് ശേഷം വണ്ടി ഓടിക്കുന്നവർ പലരും ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് വളരെയധികം കുറവാണ്. യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഉണ്ടാവും, ഒന്നെങ്കിൽ വണ്ടിയുടെ മിററുമ്മയോ അല്ലെങ്കിൽ കയ്യുമ്മയോ അല്ലെങ്കിൽ ബാക്കിൽ എവിടെയെങ്കിലും കൊളത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും. അവർക്ക് ആ ഹെൽമെറ്റിന്റെ ഉപകാരം എന്ന് മനസ്സിലാവും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. എന്നാ മനസ്സിലാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു അപകടം വരുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ അവരുടെ വീട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ അവരാണെങ്കിലും മനസ്സിലാക്കുക ഹെൽമെറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ്. എനിക്കും ആക്സിഡൻസ് പറ്റിയിട്ടുണ്ട്, പല തരത്തിലെ ആക്സിഡൻസ് പറ്റിയിട്ടുണ്ട്. റോഡിൽ പറ്റിയിട്ടുണ്ട്, അതേമാതിരി ട്രാക്കിൽ പറ്റിയിട്ടുണ്ട്, അതിന് മോട്ടോക്രോസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറ്റിയിട്ടുണ്ട്, അതുമാതിരി റോഡ് സർക്യൂട്ട് റേസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറ്റിയിട്ടുണ്ട്, വലിയ വലിയ ക്രാഷുകൾ തന്നെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം എന്നെ സേവ് ചെയ്തത് ഈ ഒരു ഹെൽമെറ്റ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഹെൽമെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾ ആരും ഹെൽമെറ്റിൻ്റെ ഒരു തമാശയിൽ എടുക്കരുത്. അതുമാതിരി ഒരു പ്രാവശ്യം ക്രാഷ് ആയിട്ടുള്ള ഹെൽമെറ്റ് രണ്ടാമത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ പുതിയൊരു ഹെൽമെറ്റ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരു പ്രാവശ്യം അപകടം, അത്യാവശ്യത്തിന് വലിയൊരു ക്രാഷ് പറ്റിയൊരു ഹെൽമെറ്റ് ഒരിക്കലും യൂസ് ചെയ്യരുത്. പ്രത്യേകിച്ച് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഒന്ന് നിലത്ത് വീണാൽ പോലും പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയാം. അത്രയധികം ഇമ്പോർട്ടൻസ് ആണ് ഹെൽമെറ്റിനുള്ളത്. ആ ഒരു ഫിറ്റ് കറക്റ്റായിട്ട് നമുക്ക് നിൽക്കേണ്ട ഒരു സാധനമാണ് ഹെൽമെറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എനിക്കുണ്ടായ 2 റോഡ് അപകടം കുറിച്ചിട്ടാണ്. റോഡ് അപകടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെവി ഫാസ്റ്റ് ആയിട്ടുള്ള റോഡ് അപകടം തന്നെയാണ്. അതിപ്പോഴൊന്നല്ല, ഒരു 4-5 വർഷം മുൻപേ ഉള്ള അപകടങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം റോഡിലൊന്നും കിട്ടിയിട്ടില്ല, വേറെ അപകടമൊന്നും വന്നിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും വരാം. റോഡ് എന്ന് പറഞ്ഞാൽ അതാണ് സ്ഥിതി. നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വലിയ റൈഡറാണ് അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. റോഡ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റബിൾ ആണ്. നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അത് സംഭവിക്കും, ഇപ്പം ഇത് സംഭവിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ നീറ്റായിട്ട് ഓടിച്ചാലും വേറൊരാൾ നമ്മുടെ മേത്ത് വന്ന് വണ്ടി ഇടിച്ചാലും മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഹെൽമെറ്റിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇപ്പം എനിക്കുണ്ടായ 2 അപകടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും നല്ല ഹെവി ക്രാഷ് തന്നെയാണ്. ഞാൻ ഓവർ സ്പീഡിനെ ആയിരുന്നു, ഓവർ സ്പീഡിനെ ഓടിച്ചിരുന്നത്. അപ്പോൾ ആ ഓവർ സ്പീഡിലെ അപകടത്തിൽ ഞാൻ അന്നിട്ടിരുന്നത് സ്റ്റഡ്സിന്റെ ഒരു ഹെൽമെറ്റ് ആണ്. സ്റ്റഡ്സും യമഹയും കൂടിയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്തൊരു ഹെൽമെറ്റ് ആണ് ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്നത്. ആ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ സേവ് ആയത്. ശരിക്കും പറഞ്ഞാൽ ഹെൽമെറ്റിന്റെ ഈ ഫ്രണ്ട് പോർഷൻ മൊത്തമായിട്ട് പൊളിഞ്ഞു പോയി. അത്രയും വലിയൊരു ക്രാഷിനെയായിരുന്നു. എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ 5 മിനിറ്റ് ഒരു അൺകോൺഷ്യസ് ആയിട്ട് നിന്നു, പേടിച്ച ഒരു ഇതിൽ 5 മിനിറ്റ് ഞാൻ നിന്നു. പിന്നെ എനിക്കൊരു പ്രശ്നവും പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് സ്കാൻ ചെയ്തു, നേരെ വീട്ടിലേക്ക് വന്നു. അത്ര പോന്ന പല അപകടങ്ങളും ഇപ്പോൾ ഞാൻ കാണുന്നത് ICUയിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാത്ത ഒരു പേരിൽ മാത്രം അത്രയും വലിയ അല്ലെങ്കിൽ അത്രയും ചെറിയൊരു ആക്സിഡന്റ് പോലും പലരും ഹെൽമെറ്റ് ഇടാത്തത് കൊണ്ട് ICUയിലാണ്. 2019 എനിക്ക് വളരെയധികം വിഷമമായിട്ടുള്ള കാര്യമാണ്. പറയുകയാണെങ്കിൽ 6ഓളം എനിക്ക് അത്രയും പരിചയമുള്ള 6ഓളം ഫ്രണ്ട്സ് അല്ലെങ്കിൽ റൈഡേഴ്സ് ആക്സിഡന്റ് പറ്റി. അതിൽ 2-3 പേര് മരിച്ചു. എല്ലാം പ്രശ്നം എന്ന് പറയുന്നത് ഹെൽമെറ്റ് ഇടാത്ത ഒരു കാരണം മാത്രമാണ്. ഹെൽമെറ്റിന് മാത്രം ഫുൾ സേഫ്റ്റി ഒന്നും പറയുന്നില്ല, പക്ഷെ ഇതൊരു ഫാക്ടറാണ്. 90% ഇത് നമ്മളെ സേവ് ചെയ്യാനായിട്ട് ഇത് ശ്രമിക്കും. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ISI, നിങ്ങൾക്കറിയാം ഹെൽമെറ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ISI ഉണ്ട്, .EC, അതുപോലെ തന്നെ സ്നെല്ല്, ഇതൊക്കെയാണ് ഹെൽമെറ്റ് സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇപ്പം ഇന്ത്യയിലുള്ളത് നമുക്കറിയാം ISI ആണ്. ഞാൻ ISI ഹെൽമെറ്റ് മാത്രമല്ല യൂസ് ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ISI ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഡി റിംഗ് ഉള്ള ISI ഹെൽമെറ്റ്സ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അപ്പം ഞാൻ അതിനൊക്കെ യൂസ് ചെയ്യാൻ മിക്കതും HJC അല്ലെങ്കിൽ AGV, ARI, അങ്ങനെ തന്നെ ഷൂയി, ഏതെങ്കിലും ഹെൽമെറ്റ് ആയിരിക്കും.
പക്ഷേ ഞാൻ റോട്ടിൽ ഒരുവിധം ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റാണ്. കാരണം സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റ് എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഹെൽമെറ്റാണ്. സംഗതി നമുക്ക് ക്ലിപ്പ് ഓൺ ആണ്, അതാണ് ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോട്ടിൽ യൂസ് ചെയ്യാനായിട്ട് സുഖം ക്ലിപ്പ് ഓൺ ആണ്. നമുക്ക് ഇങ്ങനെ വെറുതെ ക്ലിപ്പ് ഇട്ടാൽ മതി. ആ ഒരു സേഫ്റ്റി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ടൂറിംഗ് പർപ്പസിനായിട്ടാണ് ഞാൻ ഈ ഒരു മെയിനായിട്ട് ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 1600 രൂപയുള്ളൂ. ഇതിപ്പോൾ ഇല്ല, ഈ ഒരു മോഡൽ നിർത്തി, സ്കോർപ്പിയോ എന്ന് പറഞ്ഞ മോഡൽ നിർത്തി. പക്ഷേ അതിന് പകരം ഒരു പുതിയ മോഡൽ ഇറക്കിയിട്ടുണ്ട്, ഷിഫ്റ്റും തണ്ടർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, തണ്ടർ എന്ന് പറഞ്ഞ മോഡലിനാണ് തോന്നുന്നുണ്ട് 1600 രൂപ തന്നെയുള്ളൂ. സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റ് നല്ല സേഫ്റ്റി ഹെൽമെറ്റ് തന്നെയാണ്. എനിക്ക് സ്റ്റീൽ ബേഡിനേക്കാളും കുറച്ചും കൂടി സേഫ്റ്റി തോന്നുന്നത് സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റാണ്. നിങ്ങൾ പറയാം, ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടാവും വില കുറഞ്ഞ ഹെൽമെറ്റ് അല്ലേ, അതിനെന്ത് സേഫ്റ്റി അല്ലേ? അങ്ങനെയൊന്നും ഇല്ല. ഈ ഹെൽമെറ്റ് പക്ക സ്റ്റാൻഡേർഡിൽ, പക്ക ഹെൽമെറ്റ്, അത്ര സേഫ്റ്റിയിൽ തന്നെയാണ് ഈ ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ആരും ഓടിപ്പോയിട്ട് വില കൂടിയ ഹെൽമെറ്റ് എടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ചെറിയ ഹെൽമെറ്റ് തന്നെ എടുക്കണമെന്നല്ല പറയണത്. കാശില്ല എന്നുള്ളൊരു പേരിൽ നിങ്ങൾ ഹെൽമെറ്റ് ഇടാതിരിക്കരുത്. ഒരു 1600 രൂപ, നിങ്ങളിപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ അടുത്തേക്ക് ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു 1600 രൂപയുടെ ഹെൽമെറ്റ് എടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കാണ്ടിരിക്കുക, അതിന് ബെറ്റർ. അതൊന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഹെൽമെറ്റും യൂസ് ചെയ്താൽ സേഫ്റ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് വെറുതെ തമാശയല്ല. ഇപ്പോൾ ഡോട്ട് ISI അല്ലെങ്കിൽ സ്നെല്ല് ഇട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് തലയ്ക്ക് സേഫ്റ്റി കിട്ടുക എന്ന് വിചാരിക്കരുത്. ഓക്കെ, ഞാനിതിട്ട് ട്രാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 5 വർഷം മുന്നേയൊക്കെ ഞാൻ കോയമ്പത്തൂരൊക്കെ ഫസ്റ്റ് ട്രാക്ക് ഡൈ ഒക്കെ ഞാൻ യൂസ് ചെയ്തത് ഒരു സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റാണ്. ക്രാഷ് ഉണ്ടായിട്ടാണ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലിപ്പിൻ്റെ പ്രശ്നം, ഡി ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഹെൽമെറ്റ് ട്രാക്കിൽ യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, ഞാൻ പറയുന്നത് റോട്ടിൽ യൂസ് ചെയ്യേണ്ട കാര്യം മാത്രമാണ് ഞാൻ സ്റ്റഡ്സിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഞാൻ ഡി ക്ലിപ്പ്, ഈ നോർമൽ ക്ലിപ്പായിട്ടുള്ള ഹെൽമെറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി ഞാൻ ഈ പറയുന്നത് ഷോറൂമുകാർ തരുന്ന ഹെൽമെറ്റ്. ഓക്കെ, ഷോറൂമുകാർ തരുന്ന ഹെൽമെറ്റ് നിങ്ങളിപ്പോൾ ഒരുവിധം കമ്പനിയൊക്കെ എടുത്തോ. ഇപ്പോൾ നല്ലൊരു ഹെൽമെറ്റ് എന്ന് പറഞ്ഞിട്ട് തരണത് എനിക്ക് തോന്നുന്നത് റോയൽ എൻഫീൽഡ് ആണ്. പക്ഷെ അവിടെയും പ്രോബ്ലം ഉണ്ട്. റോയൽ എൻഫീൽഡ് തരുന്ന ഹെൽമെറ്റ് ഫുൾ ഫേസ് ഹെൽമെറ്റ് അല്ല, ഹാഫ് ഫേസ് ആയിട്ട് ഹെൽമെറ്റാണ്. ഹാഫ് ഫേസ് ആയിട്ടുള്ള ഹെൽമെറ്റിന് കുറേ പരിധികളുണ്ട്. ഓക്കെ, അപ്പോൾ ഹാഫ് ഫേസ് ആയിട്ടുള്ള ഹെൽമെറ്റ് പരമാവധി യൂസ് ചെയ്യാതിരിക്കാനാണ് ഞാൻ പറയുള്ളൂ. റോയൽ എൻഫീൽഡ് തരുന്ന ഹെൽമെറ്റ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഹെൽമെറ്റ് തന്നെയാണ്. പക്ഷെ അത് ഹാഫ് ഫേസ് ആണ്. ആ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയാണ്. ഹാഫ് ഫേസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ക്രാഷ് എന്ന് പറയുന്നത് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്രാഷാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ആടി ഭാഗം, നമ്മുടെ ഈ ചിന്ന ഈ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണം നമ്മൾ ക്രാഷിൻ്റെ സമയത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് ആവുന്നിരിക്കുക, ചിലപ്പോൾ ഈ സൈഡിലേക്ക് ആവുന്നിരിക്കുക, ചിലപ്പോൾ ഇതാവും കുത്തി വീഴുക. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് പറയുന്നത് ഫുൾ ഫേസ് ഹെൽമെറ്റ് യൂസ് ചെയ്യുക തന്നെയാണ്. പിന്നെ ഏത് ബ്രാൻഡ് തരുന്ന ഹെൽമെറ്റ് ആണെങ്കിലും, യമഹ ആണെങ്കിലും KTM ആണെങ്കിലും, ഏത് തരുന്ന ഹെൽമെറ്റ് ആണെങ്കിലും ലോക്കൽ ഹെൽമെറ്റാണ് തരുന്നത്. സംഗതി ഇപ്പോൾ യമഹ തരുന്നത് സ്റ്റീൽ ബേഡിൻ്റെ ഹെൽമെറ്റാണ്. 800 സംതിങ് അതിന് പ്രൈസിങ് അവരുടെ ബോക്സിൽ വരുന്നുണ്ട്. പക്ഷെ ആ ഹെൽമെറ്റ് ഒരു ക്വാളിറ്റി ആയ ഹെൽമെറ്റാണ്. ആ ഒരു ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ആക്സിഡന്റ് പറ്റിയിട്ട് വലിയൊരു പരിക്കൊക്കെ തലയ്ക്ക് പറ്റിയിട്ട് എനിക്കറിയാം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനി തരുന്ന ഹെൽമെറ്റ് സേഫ്റ്റി ഇല്ലാത്ത ഹെൽമെറ്റ് ആണ് എന്ന് നമുക്ക് എങ്ങനെ കമ്പനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ആ ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. കാരണം ഞാൻ ഒരാൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. കാരണം കമ്പനി മാറ്റാനൊന്നും പോകുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവരും കൂടിയിട്ട്, ഇപ്പോൾ നമുക്കറിയാലോ ഹെൽമെറ്റ് എന്തായാലും നിർബന്ധമാണ്, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാം. അപ്പം നമുക്ക് എങ്ങനെ കമ്പനികളെ പറഞ്ഞ് മനസ്സിലാക്കാം? ഇപ്പം നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ തന്നെയായിട്ട് അവരോട് പറയണം. നിങ്ങൾ തന്നെ ഓരോരുത്തരും വണ്ടി എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ പറയണം എന്ത് ഹെൽമെറ്റ്, അത് ഈ ഹെൽമെറ്റുള്ള എങ്ങനെ സേഫ്റ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു സ്റ്റാൻഡേർഡുള്ള, ഈ ഒരു 1600 രൂപയുടെ സ്റ്റാൻഡേർഡുള്ള ഹെൽമെറ്റെങ്കിലും തരാനായിട്ട് ശ്രമിക്കാൻ നമുക്ക് പറയണം. അല്ലെങ്കിൽ ഒരു മെയിലെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അയക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ യമഹയാണെങ്കിൽ യമഹയുടെ വെബ്സൈറ്റിൽ കിട്ടി അവരുടെ കോൺടാക്റ്റിൽ കിട്ടും. അപ്പോൾ ആ ഒരു കോൺടാക്റ്റിലോട്ട് ഇപ്പോൾ യമഹ ആണെങ്കിലും ഹീറോ ആണെങ്കിലും അതുപോലെ തന്നെ KTM ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും ഹോണ്ട ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കംപ്ലയിൻറ്റ് കിട്ടും. മെയിനായിട്ട് നിങ്ങളെല്ലാവരും ഹെൽമെറ്റിൻ്റെ കാര്യത്തിൽ ദയവ് ചെയ്തിട്ടൊന്ന് ഒന്നൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. കാരണം ആ ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് ഫുൾ ഫേസ് ആയിട്ടുള്ള ഒരു വെയ്സർ ഉള്ള രീതിയിലുള്ള ഹെൽമെറ്റ് തന്നെ യൂസ് ചെയ്യുക. ഫുള്ള് ലോക്ക് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഹെൽമെറ്റിനെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹെൽമെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. വണ്ടി ഞാൻ പറഞ്ഞു, റോഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റേസ് ട്രാക്ക് ആയിട്ടാരും ചിന്തിക്കരുത്. റോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റേസ് ട്രാക്ക്. അതൊരു നമുക്ക് എന്താ പറയുക, നമ്മൾ ആസ്വദിച്ച് തന്നെ ഓടിക്കണം. ഇപ്പോൾ നമുക്ക് 90 അല്ലെങ്കിൽ 100 പോയാൽ മാത്രമാണ് വണ്ടി ആസ്വദിക്കുക എന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് റേസിംഗ് ആണ്. അത് ഓടിക്കുന്നത് ട്രാക്കിലാണ്. ഓക്കെ, 100 മേലെ അല്ലെങ്കിൽ നമുക്ക് അതാണ് സ്പീഡാണ് നമുക്ക് സ്പീഡാണ് നമുക്ക് റൈഡ് കംഫോർട്ട് തരുന്നത്, അല്ലെങ്കിൽ അതാണ് നമുക്ക് റൈഡിങ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിക്കേണ്ടത് റേസ് ട്രാക്കിലാണ്. ഞാൻ ഓൾറെഡി റേസിനെ കുറിച്ചിട്ടും എങ്ങനെ റേസ് ട്രാക്കിൽ ഓടിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും ഞാൻ വീഡിയോ കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യാം. നമുക്ക് അങ്ങനെയുള്ള കുറേ കോൺടാക്ട്സും അതുപോലെ ഞാനും ഓടിച്ചേരുന്നതാണ്. റേസിംഗ് എന്ന് പറയുന്നത് വളരെ വേറൊരു മേഖലയാണ്. അവിടെ പൈസയാണ് സംസാരിക്കുക. ഓക്കെ, മണി ടോക്കിംഗ് എന്നൊക്കെ പറയാം. പൈസയുടെ ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ പൈസയുടെ അത്രയധികം നിങ്ങളൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് റേസിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ റേസിംഗ് എന്നുള്ള കരിയറിൽ നിന്ന് ഓട്ടോമാറ്റിക് മാറി ടെസ്റ്റിംഗ് എന്നൊരു കരിയറിലേക്ക് മാറിയത്. കാരണം അത്രയധികം എക്സ്പെൻസീവ് ആണ്. പിന്നെ നമുക്കൊന്നും പ്രത്യേകിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. എൻ്റെയും കുറേ ഫ്രണ്ട്സ് നല്ല ചാമ്പ്യൻഷിപ്പൊക്കെ കിട്ടിയവർ
ഇപ്പോഴും വെറുതെ ഇരിക്കുന്നവരുണ്ട്. കാരണം അവർക്ക് ആ ഒരു വിചാരിച്ച ഒരു ഇതിലേക്ക് എത്താൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, റേസിംഗ് എന്ന് പറയുന്നത് വേറൊരു ഇറയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം ഞാനാണെങ്കിലും ഇടയ്ക്ക് ഓടിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ത്രില്ലിംഗ് ആണ്, അല്ലെങ്കിൽ അതൊരു ഫീൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫ്രീഡം അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ റേസ് ട്രാക്ക് ഓടിക്കുന്നത് എത്രയും നല്ലതായിരിക്കും. ഈ റേസിംഗ് ഓടിക്കുന്നുണ്ടെങ്കിൽ റേസിങ്ങിന് ഇറങ്ങാൻ നിങ്ങൾക്ക് ആ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു വെൽത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഓടിക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊരു നല്ലൊരു കരിയർ തന്നെയാണ്. ഇന്ത്യയിൽ ഇതുവരെയായിട്ടും ഈ ഒരു കരിയർ വിചാരിച്ച പോലെ ഉയർത്തെഴുന്നേൽക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഹോണ്ട തന്നെയാണ്. ഹോണ്ട വലിയൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. യങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 വയസ്സിന് താഴെയാന്ന് തോന്നുന്നുണ്ട്. 15 വയസ്സിന് താഴെയുള്ള സ്റ്റുഡൻസിന് അവരിപ്പോൾ ട്രെയിനിങ്, വളരെ വലിയൊരു ട്രെയിനിങ് NSF 250R വെച്ചിട്ടാണ്, ശരിക്കും Moto3 സ്പെക് ആയിട്ടുള്ള ബൈക്ക് വെച്ചിട്ട് തന്നെയാണ് പ്രാക്ടീസ് കൊടുക്കുന്നത്. അതൊക്കെ ഹോണ്ടയുടെ ഭാഗത്ത് വലിയൊരു കാര്യം തന്നെ പറയാം. അതുപോലെ തന്നെയാണ് സുസ്കി ചെയ്ത് കൊടുക്കുന്നത്. സുസ്കി ഇപ്പോഴും അവരുടെ ജാക്കറ്റ് ടയർ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് സുസ്കിയും കൂടി ഒരു കൊളാബറേറ്റ് ചെയ്തിട്ട് റേസ് നടത്തുന്നുണ്ട്. അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്തിട്ട് റെഡ് ബുൾ റൂക്കി കപ്പിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 കമ്പനിയാണ് ശരിക്കും റേസിങ്ങിനെ ഇന്ത്യയിൽ ഉണർത്തുന്ന കമ്പനി, അല്ലെങ്കിൽ ഉയർത്താനായിട്ട് ശ്രമിക്കുന്ന കമ്പനി. യമഹയൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റേസിംഗ് ടോട്ടലായിട്ട് വിട്ടു. റേസ് നടത്താൻ തന്നെ സാറ്റലൈറ്റ് ടീമാണ്. യമഹ ഒഫീഷ്യലായിട്ട് റേസിംഗ് ടീം ഇല്ല. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കമ്പനികളൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, റേസിംഗ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ എപ്പോഴും നോട്ടിഫിക്കേഷനൊക്കെ നോക്കുക. ഞങ്ങൾ എന്തായാലും നോട്ടിഫിക്കേഷൻ ടോർക്കിലിടാം. ഞങ്ങൾ പറ്റുന്നതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടാറുണ്ട്. ഇതേമാതിരി റേസിംഗിന് സെലക്ഷൻ വരുന്നതൊക്കെ ചിലപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ഹോണ്ടയൊക്കെ ചിലപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ സെലക്ട് ചെയ്തത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പക്ഷേ ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അവർ ആ ഒരു കരിയറിൽ നിന്നും അവരെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ്. ഇന്ത്യയിൽ 2 പേരാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഓടിക്കുന്നത്. ഒന്ന് രാജീവ് സേതു എന്ന് പറഞ്ഞിട്ട്, പിന്നെ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞിട്ട് സെന്തിൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, 2 പേരും 2 ഫ്രണ്ട്സ് ആണ്. സെന്തിൽ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനാണ്. രാജീവ് സേതു എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റൊക്കെ ട്രെയിനിങ് തന്ന, ഫസ്റ്റ് ഞങ്ങളൊക്കെ ഓടിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ നല്ല ബോൾഡായിട്ടുള്ള, നല്ല ഓടിക്കാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫീൽഡ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഫീൽഡിലേക്ക് കിടക്കാം. അല്ലെങ്കിൽ നിങ്ങൾ റോഡിൽ റേസ് ദയവ് ചെയ്ത് ഓടിക്കരുത്. റോഡ് എന്ന് പറയുന്നത് ഒരിക്കലും സേഫ്റ്റി ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഹെൽമെറ്റിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇപ്പോഴും നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു വലിയൊരു ആശുപത്രിയിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 1-2 പേരെങ്കിലും ഒരു ആക്സിഡന്റ് ആയിട്ട് പറ്റിക്കഴിഞ്ഞ് കാണാൻ പറ്റും. മെയിനായിട്ട് പ്രോബ്ലം എന്ന് പറയുന്നത് ഹെൽമെറ്റ് ഇല്ലാത്തൊരു പ്രോബ്ലം തന്നെയാണ്. ഏകദേശം ഞാൻ പറഞ്ഞു, ഒരു 18-20 വയസ്സിനുള്ളിലുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്നത്. അല്ലാണ്ടും ഒരു അപകടങ്ങളൊക്കെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുണ്ട്. 10, 25, 26, 27 വയസ്സായിട്ടുള്ള ആൾ പോലും ഹെൽമെറ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാതെ ഓടിച്ചിട്ട് ആക്സിഡന്റ് പറ്റി ഇടിച്ച ആളും 2 പേരും മരിച്ചു. 2 ബൈക്കുകാരായിരുന്നു, ആളിടിച്ചു. അങ്ങനെ കുറെ അപകടങ്ങൾ കുറെ ഉണ്ടാവുന്നുണ്ട്. 1, 2 അല്ല, കുറെ ഉണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക ഹെൽമെറ്റിന്റെ. പിന്നെ റോഡിൽ അത്ര ഞാൻ പറഞ്ഞു, സേഫ്റ്റി ആയിട്ട് ഓടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഹെൽമെറ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളത്. ടോട്ടലി ഞങ്ങളുടെ ഒരു ടീമാണ്. ആ ടീം വർക്ക് എന്ന് പറയുന്നത് ഞങ്ങളും ഇതേപോലെ റൈഡിങ് ചെയ്യുന്നവരും ട്രാക്ക് ഓടിക്കുന്നവരും, ഞങ്ങൾക്കും മോട്ടോർ സൈക്കിൾ തന്നെയാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ, മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ കാറാണ് ലൈഫ് എന്നായിട്ട് നടക്കുന്നവരാണ്. അപ്പൊ നിങ്ങളും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ തന്നെ ഈ ഒരു മൊത്തമായിട്ടും ഇപ്പൊ നിങ്ങളൊരു ഫ്രണ്ട്സിനോട് പോലും ഹെൽമെറ്റ് ഇടാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് അവരോട് പറയാനായിട്ട് ശ്രമിക്കുക. ചൂടായിട്ട് പറയണമെന്നല്ല, നിങ്ങൾ പറയാ ഹെൽമെറ്റ് ഇങ്ങനെയാണ്, ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയാം. ഇത് തന്നെ നിങ്ങൾ ടോട്ടലി എല്ലാവരോടായിട്ട് പറയാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു മാറ്റമായിരിക്കും. അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ ചാओ.